നമസ്കാരം. കീം പരീക്ഷാഫലം റദ്ദാക്കേണ്ടി വന്നത് വീണ്ടും പിണറായി സർക്കാരിന് വലിയ തലവേദനയാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം പിന്തുടർന്ന് പഠിച്ചുവരുന്ന CBSE വിദ്യാർത്ഥികളെ മുഴുവൻ ഇരുട്ടടി അടിച്ചുകൊണ്ട് കേരള സിലബസിനെ ഉയർത്തിക്കാണിക്കാനും കേന്ദ്ര സർക്കാരിനെയും നയങ്ങളെയും പടിക്കുപുറത്ത് നിർത്തിക്കൊണ്ട് CBSE വിദ്യാഭ്യാസം തന്നെ നിർത്തലാക്കാനുമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിന്റെ കുട്ടിക്കളി ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്ത് രക്ഷിതാക്കൾ. എവിടെ തൊട്ടാലും പിണറായി സർക്കാരിന് തുടർച്ചയായി മൊത്തത്തിൽ ഇത് ദോഷകാലമാണ്. വീണ ജോർജിന്റെ അധ്യായം കഴിഞ്ഞതോടുകൂടി മന്ത്രി ബിന്ദു തട്ടകത്തിൽ കയറിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ബോധപൂർവം വിഷയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ അതോ സർക്കാരിന്റെ പിടിപ്പുകേടാണോ എന്ന് പോലും അറിയില്ല കാര്യങ്ങളുടെ പോക്കുകണ്ടാൽ. ഒന്നിനു പിറകെ ഒന്നായി ദിവസവും ഭരണപരാജയത്തിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കീം പരീക്ഷാഫലം കോടതി റദ്ദാക്കിയതും അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പുതിയ റിസൾട്ട് മന്ത്രി പ്രഖ്യാപിച്ചതുമൊക്കെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. മന്ത്രിക്കെതിരെ നാനാഭാഗത്തു നിന്നും വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത്. കീം പരീക്ഷാഫലം റദ്ദാക്കിയ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലും ഇതിനിടയിൽ പുറത്തിറങ്ങി. മന്ത്രി ബിന്ദുവിന് പക്വതയില്ല എന്നും സർക്കാരിൻ്റേത് ഗുരുതര വീഴ്ചയാണെന്നും ലേഖനത്തിൽ ഉടനീളം കുറ്റപ്പെടുത്തലുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉദാസീനതയ്ക്കും അലംഭാവത്തിനും സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് കീം പരീക്ഷാഫലം റദ്ദു ചെയ്ത ഹൈക്കോടതി നടപടിയും തുടർ സംഭവങ്ങളുമെന്ന് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. കോടതി ഉത്തരവിന് പിന്നാലെ പഴയ ഫോർമുലയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചതോടെ പിന്നിലാകുന്ന വിദ്യാർത്ഥികളുടെ മാനസിക വ്യഥയുടെ ആഴം തിരിച്ചറിയാനുള്ള വിവേകം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സർക്കാരിന് വിവേകമുണ്ടായിരുന്നെങ്കിൽ കീം പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ഇത്രയും താളം തെറ്റില്ലായിരുന്നു എന്നും പല ഭാഗത്തു നിന്നും വിമർശനം ഉയരുന്നുണ്ട്. ഒരേ പരീക്ഷാഫലം 2 തവണ പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ വിദ്യാഭ്യാസ നീതികേടിന്റെ മായാത്ത അടയാളമായി ബാക്കി നിൽക്കും. പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താമെന്ന് മന്ത്രി വീണ്ടും ആവർത്തിക്കുന്നത് പക്വതയില്ലായ്മയുടെ തന്നെ ലക്ഷണമാണ്. സർക്കാരിന് അധികാരമുണ്ട്, എന്നാൽ എപ്പോൾ എങ്ങനെ വിനിയോഗിക്കണമെന്നറിയണമെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇനിയെങ്കിലും സർക്കാരും മന്ത്രിയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. കൃത്യസമയത്ത് തീരുമാനമെടുക്കാൻ സർക്കാർ വൈകിയത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയെന്നും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ഫലപ്രഖ്യാപനത്തിന് തലേന്നാണ് എന്നും കുറ്റാരോപണങ്ങൾ നടക്കുന്നുണ്ട്. തമിഴ്നാട് പിന്തുടർന്ന രീതി നടപ്പാക്കിയത് പഠനം നിർത്താതെയാണ് എന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സുപ്രഭാതം ആവശ്യപ്പെടുന്നുണ്ട്. പരീക്ഷയ്ക്കും റാങ്ക് ലിസ്റ്റിന് മുൻപ് തന്നെ പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്തിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി സർക്കാരിന് ഒഴിവാക്കാമായിരുന്നു. അതിനാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരു തരത്തിലും കഴിയില്ല. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പുവരുത്താനാണ് പുതിയ മാർക്ക് ഏകീകരണ രീതി കൊണ്ടുവരുന്നതെന്ന സർക്കാരിന്റെ വാദം അംഗീകരിക്കാം. എന്നാൽ കാര്യക്ഷമതയോടെ നടപ്പാക്കേണ്ട വിഷയത്തിലാണ് സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയത്. അതേസമയം പ്രതിപക്ഷ നേതാക്കന്മാരും മന്ത്രിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കീം പരീക്ഷാഫലം റദ്ദാക്കിയത് വിദ്യാർത്ഥികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാരാണ് പ്രശ്നത്തിന്റെ ഉത്തരവാദിയെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല എന്നും ഇരയാകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗമാണെന്നതിനാൽ ഇത് കണ്ടാൽ വിദ്യാർത്ഥികൾ എങ്ങനെ കേരളത്തിൽ പഠിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കീം ഫോർമുല മാറ്റവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ അവസരത്തിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ ആരോപണങ്ങൾക്കെതിരെയുള്ള ന്യായം. ശാസ്ത്രീയമായ ഫോർമുലയെ മുൻനിർത്തിയാണ് തീരുമാനമെടുത്തതെന്നും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലെന്നും പറഞ്ഞ് മന്ത്രി കൈകഴുകുകയാണ് ചെയ്തത്. ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവിയും മാനസികാരോഗ്യവും വെച്ച് കളിച്ചിട്ട് തനിക്ക് കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യമില്ല എന്ന മന്ത്രിയുടെ വാദം എന്തൊരു മുട്ടാമ്പോക്ക് ന്യായമാണ്. മന്ത്രിക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് വ്യക്തമാക്കാനുള്ള ബാധ്യത എന്നുകൂടി മന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട്. പൊതുജനം വോട്ട് തന്ന് വിജയിപ്പിച്ച ജനാധിപത്യ രാജ്യത്തുള്ള ജനപ്രതിനിധികളുടെ ഇത്തരം ന്യായവാദങ്ങൾ യുക്തിരഹിതമാണെന്ന് പറയാതെ വയ്യ. എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടതെന്നും ഇനിയും അഡ്മിഷൻ പ്രക്രിയ വൈകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് പുറത്തുവിട്ടത് എന്നും പറഞ്ഞ മന്ത്രി ശാസ്ത്രീയമായ ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ് തീരുമാനമെടുത്തതെന്നും എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത തനിക്കില്ല, നിങ്ങളൊക്കെ വലിയ CIDകളാണല്ലോ, നിങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചിട്ടില്ല, നിങ്ങൾ കോടതിയാക്കാൻ നോക്കേണ്ട എന്നുമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്.